ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. മഹേഷ് നാരായണൻ മമ്മൂക്ക ലാലേട്ടൻ മൂവി ഇനി കുറച്ച് കാലത്തേക്ക് നമ്മള് മുന്നിൽ ഇതിന്റെ ഡീറ്റെയിൽസും ഇതിന്റെ കാര്യങ്ങളും തന്നെ ആയിരിക്കും. നമ്മൾ ഈ ഒരു സിനിമേന്റെ പിന്നാലെ തന്നെ ആയിരിക്കും കുറച്ച് കാലം. കാരണം ഭയങ്കര എക്സൈറ്റിംഗ് ആയ പ്രൊജക്ട് ആണ്. നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന എന്താ പറയാ, നമ്മള് എല്ലാം കൊണ്ടും വലുത് ഹ്യൂജ് എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരു സിനിമ. കാരണം നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാണ് ഇതിന്റെ കാസ്റ്റിനെ കുറിച്ച്. വലിയൊരു ലിസ്റ്റ് നമ്മൾ സംസാരിച്ചാണ്. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും കൺഫേം ആയില്ല. നമ്മൾ ഇത്ര ദിവസം നമ്മളിത് ഓരോന്ന് ഈ മൂവിനെ പറ്റി നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് ഒന്നും വന്നില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോ അതുകൂടെ മാറി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ മഹേഷ് നാരായണൻ മമ്മൂക്ക ലാലേട്ടൻ മൂവിയുടെ പൂജ, അതിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ആൻഡോ ജോസഫിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. സോ ഇനിയപ്പം എന്താ പറയാ, ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് നടക്കുകയാണ്, സംഭവിക്കുകയാണ്. മഹേഷ് നാരായണന്റെ മോഹൻലാൽ മമ്മൂക്ക കോംബോ, കുഞ്ചാക്കോ ബോബനുള്ള, ഫഹദ് ഫാസിലുള്ള, ബാക്കിയുള്ള ലിസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഉണ്ണിമുകുന്ദൻ, ആസിഫ് അലി, ടോവിനോ, സൗബിൻ, നയൻതാര എന്നൊക്കെ നിറഞ്ഞ് കന്നഡ ആക്ടറായ ശിവരാജ് കുമാർ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റാണ് നമ്മൾ മുമ്പിലുണ്ട്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ലാലേട്ടൻ മമ്മൂക്ക ഫഹദ് കുഞ്ചാക്കോ ഈ കാസ്റ്റിംഗ് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ്. കാരണം ഓൾറെഡി നമ്മൾ ഇമേജസ് ഒക്കെ കണ്ട് ലാലേട്ടൻ ശ്രീലങ്കയിലേക്ക് ഇതിന്റെ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് പോകുന്ന വീഡിയോസ് നമ്മൾ കണ്ടതാണ്. പിന്നെ പിന്നാലെ മമ്മൂക്ക പോകുന്ന വീഡിയോ കണ്ടു. ആന്റണി പെരുമ്പോറെ, ആൻഡോ ജോസഫ്, ചാക്കോച്ചൻ, എല്ലാവരും ഇമേജസും ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പം ഒഫീഷ്യൽ ആയിട്ട് ഇതിന്റെ ഒരു പൂജ വീഡിയോ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഇതിനെ അതിനെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഒന്ന്, നമ്മുടെ തരുൺ മൂർത്തിന്റെ മൂവി പോലെ തന്നെ ഈ സിനിമയ്ക്ക് ഇതുവരും പേരിട്ടിട്ടില്ല. പൂജ നടത്തി നമ്മുടെ ലാലേട്ടൻ പോയത്, ലാലേട്ടനാണ് ഐശ്വര്യത്തോടെ ആ മൂവിയുടെ പൂജ ദീപം കൊളുത്തിയിട്ട് നിർവഹിച്ചിരിക്കുന്നത്. സോ മാത്രമല്ല, ഈ ഒരു ഷൂട്ട് ചെയ്ത ഈ ലൊക്കേഷനൊക്കെ ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലേക്ക് ഒരു എയർബേസ് തോന്നുന്നു. നമ്മൾ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ബാക്കിൽ കാണാം, റൺവേ കാണാം. സോ എയർബേസിലാണ്. നമുക്ക് ഇതിന്റെ ഒരു തീമോ ഒരു സ്റ്റോറി ലൈനോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ബട്ട് ഒരു ത്രില്ലറും അഡ്വഞ്ചറും ഇത്ര ബിഗ് ബഡ്ജറ്റ് തുടങ്ങുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു മൂവിയായി ഒരുപാട് 2-3 ഷെഡ്യൂളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു മൂവി ആയതുകൊണ്ട് തന്നെ എന്തോ വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു വലിയൊരു സ്റ്റോറി തന്നെ ആയിരിക്കും തരാം. നമ്മൾ ടേക്ക് ഓഫ് ഒക്കെ കണ്ടാണ് മഹേഷ് നാരായണന്റെ. സോ അതിനെക്കാട്ടും ഏറ്റവും വലിയൊരു മൂവി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ
ശ്രീലങ്കയിലുള്ള ഒരു എയർബേസിൽ അവിടെ വെച്ചിട്ടാണ് പൂജ. സോ ശ്രീലങ്കയിലുള്ള എയർബേസിൽ വെച്ചിട്ട് ലാലേട്ടൻ ഈ സിനിമയുടെ പൂജക്ക് തിരികൊളുത്തി. ഓക്കെ, അപ്പം എന്തായാലും ഒരു ചെറിയ ഷോട്ടോ എന്തോ കാര്യങ്ങളോ അവിടെ നടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്കിപ്പം നിങ്ങൾ ആ ഒരു ക്ലാപ്പ് ബോർഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ക്ലാപ്പ് ബോർഡിൽ ഇപ്പൊ എഴുതി വെച്ചത് MMMN, അതായത് മമ്മുക്ക, മോഹൻലാൽ, മഹേഷ് നാരായണൻ. ജസ്റ്റ് ഇപ്പൊ സിനിമയുടെ പേര് അങ്ങനെ നമുക്ക് ഇനി മുതൽ നമ്മൾ തരൺമൂർത്തിയുടെ സിനിമ L360 എന്ന് പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് MMMN അങ്ങനെ പറയേണ്ടി വരും. അതിന്റെ ഒരു ഒഫീഷ്യലി അതിന്റെ ടൈറ്റിൽ അവർ അനൗൺസ് ചെയ്യുന്ന വരെ. എന്തായാലും പൂജയും കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു ചെറിയ ഒരു ഷൂട്ട് എന്തായാലും നടന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. സോ നിങ്ങൾ മമ്മൂക്കയുടെ ലുക്ക്, മമ്മൂക്ക വന്നിറങ്ങിയ ലുക്ക് എനിക്ക് കണ്ടു തോന്നിയത് ഈ സിനിമയുടെ മമ്മൂക്കയുടെ ലുക്കാണ്. കാരണം ചെറിയ മീശ ഒന്ന് ചെറുങ്ങനെ ടിക്ക് വെച്ചിട്ട് മീശ ഒന്ന് ചെറുങ്ങനെ പിരിച്ചിട്ട് ആ ഒരു അറ്റർ കണ്ട ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പോലെ, അല്ലെങ്കിൽ മേ ബി റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ എല്ലാ ഒരു ലുക്കും എനിക്ക് മമ്മൂക്കനെ കണ്ടപ്പോൾ തോന്നി. അപ്പൊ ഈ സിനിമയിലെ ക്യാരക്ടറുടെ ലുക്ക് അതാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മമ്മൂക്ക അങ്ങോട്ട് പോയപ്പോൾ ലുക്ക് ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മീശ ചെറുങ്ങനെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡ്രസ്സിങ്ങും ആ ഒരു അറ്റയർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പൊ മേ ബി ഒരു ഷോട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാട് എന്നല്ല പേര്. അതെ, അദ്ദേഹം ഫേമസ് ആയ ഇപ്പം ഒരുപാട് വലിയ സിനിമകൾ ചെയ്ത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കേട്ടത് എന്താ വെച്ചാല്, ഇപ്പൊ ജസ്റ്റ് ചുമ്മാ ഒരു എന്താ പറയാ, നമ്മളൊരു സിനിമ ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ പോയതും എല്ലാവരും. ഇതിന്റെ എന്താ പറയാ, വലിയൊരു രൂപം ഇവർക്ക് പോലും, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഇവർക്ക് പോലും ഒന്നും കിട്ടിയിട്ടില്ല. ഒക്കെ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു കിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് മൂവി. ഇപ്പൊ നമുക്ക് അതെ, കാരണം ലാലേട്ടൻ നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ചു വരുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. സോ ഇത് എന്താ പറയാ, മേ ബി ഒരു ചെറിയൊരു സീൻ എടുക്കാൻ അവർ തമ്മിലുള്ള ഒരു സീനോ അങ്ങനെ എന്തോ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് പൂജ നടത്തി ആ സിനിമ തുടങ്ങാനുള്ള ഒരു കിക്ക് സ്റ്റാർട്ട് ആയിട്ട് അവിടെ പോയി അവർ എല്ലാവരും ചെയ്തിട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് കേൾക്കുന്നത്. എന്തായാലും ഇനിയിപ്പം എന്താ പറയാ, ഇനി കുറച്ചു കാലം നമുക്ക് ഈ സിനിമയെ കുറിച്ചുള്ള ന്യൂസുകളായിരിക്കും എപ്പോഴും വരാൻ പോകുന്നത്. കാരണം ഇത് ഞാൻ എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 3 ഷെഡ്യൂൾ നടക്കുന്ന ഒരുപാട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആവശ്യമുള്ള ഒരു വലിയ മൂവിയാണ് എന്നാണ് കേൾക്കുന്നത്. ഞാൻ അറിഞ്ഞതും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് എത്രത്തോളം അതിൽ സത്യമുണ്ടെന്ന് അറിയില്ല. ലാലേട്ടനും മമ്മൂക്കയും ഇതിലൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ പോലെ 30 മിനിറ്റ്സിൽ വരുന്ന ഭയങ്കര പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. കാരണം മമ്മൂക്കയുടെ മൂവിയായിട്ടാണ് നമ്മൾ ഇപ്പോഴും അറിയപ്പെടുന്നത്. പക്ഷേ ഇനി ഇതിന്റെ ഒരു സെൻട്രൽ ലീഡ് ആയിട്ട് വരുന്നത് ആരാണ്? എന്റെ ഒരു സംശയമാണത്. കാരണം ചുഞ്ചാക്കോവാനോ ഫഹദ് ഫാസിലാണോ, എന്നിട്ടൊരു ഭയങ്കര പ്രാധാന്യമുള്ള ക്യാരക്ടറിലാണോ ലാലേട്ടൻ മമ്മൂക്ക വരുന്നത്? നമുക്കറിയില്ല, ഒന്നും അറിയില്ല സത്യത്തില്. എന്തായാലും ഇത്ര നാള് ഇതിനെപ്പറ്റി സംസാരിച്ച പോലെയല്ല, ഒഫീഷ്യലി അവർ കിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പൂജ കഴിഞ്ഞു. ഓക്കെ, ഇനി ഓരോ അപ്ഡേറ്റ് ആയിട്ട് വരും. ഇപ്പോ ഈ മൂവിയുടെ നിലവിലത്തെ പേര് MMMN, MMM എന്ന് പറയാം. കാരണം മമ്മൂക്ക, ലാലേട്ടൻ, മഹേഷ് നാരായണൻ. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഈ മൂവിയെ കുറിച്ചുള്ള അടുത്ത ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് പുതിയ വീഡിയോ ചെയ്യാം. ബൈ.